ഹലോ, വെൽക്കം ടു റേയാസ് കിച്ചൺ. ലോകത്തിലെ ഏറ്റവും നല്ല കുക്ക് ആരാന്നറിയാമോ? അമ്മമാരാണ് അല്ലേ? നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് പോഷകാഹാരം കൊടുക്കാൻ വേണ്ടി നമ്മൾ ഏതൊക്കെ രീതിയിലാണ്, എന്തൊക്കെ പരീക്ഷണങ്ങളാണ് നടത്തുന്നത്, എന്തൊക്കെ മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നത്? ഹോട്ടൽ ഫുഡ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ട് അതേ ടേസ്റ്റോട് കൂടി കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ തരത്തിലുള്ള ഫുഡ് അവർക്ക് ഇഷ്ടപ്പെടും എന്നുള്ള ഏതൊക്കെ രീതിയിൽ നമ്മൾ ചെയ്യാം, അതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വേയിൽ ഞാനും കുറച്ച് കാര്യങ്ങൾ പരീക്ഷിക്കാറുണ്ട്. അതിലൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ അതിന് മുൻപായിട്ട് റേയാസ് കിച്ചൺ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് അതിൽ കാണുന്ന ഓൾ എന്ന ആ ഒരു സിമ്പലും കൂടി പ്രസ് ചെയ്യാമെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ? ഞാൻ സാധാ ഒരു വെർമിസലിയുടെ പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ സേമിയ പായസമൊക്കെ ഉണ്ടാക്കത്തില്ലേ, ആ സെയിം പാക്കറ്റ് തന്നെ. ഞാനിവിടെ വെള്ളം നമുക്ക് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇനി ആ വെള്ളം ഒന്ന് പതിയൊന്ന് തിളച്ച് വരുന്ന ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കിനും ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെർമിസലി, ഇപ്പോൾ ഈ കാണിച്ച പാക്കറ്റിന് 4/1 മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം അത് ആദ്യം ഈ താഴത്തെ വശം, ഏതെങ്കിലും ഒരു താഴത്തെ ഭാഗം ഇതുപോലെ വെള്ളത്തിലേക്ക്, ചൂട് വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കുക. അപ്പോൾ അത് പതിയെ ഒരു അല്പം വെന്ത് വരുമ്പോഴത്തേക്കിനും നമുക്കൊന്ന് കുറച്ച് സോഫ്റ്റ് ആയി കിട്ടും. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് വളച്ച് ഒടിച്ച് അതിലേക്ക് ഇറക്കി വെക്കാൻ പറ്റും. ഇനി അത്രയും ഭാഗം ഒരു ഇച്ചിരി ഒന്ന് സ്മൂത്ത് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഏത് രീതിയിൽ വേണേലും അതൊന്ന് നമുക്ക് വളച്ചെടുക്കാം. അപ്പം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് നിവർത്തി ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഒന്നെടുത്തിട്ട് തിരിച്ച്, അതായത് നമ്മളിപ്പോൾ ഈ ഭാഗം മുക്കി വെച്ചെങ്കിൽ അത് നേരെ മുകൾ ഭാഗം ഇനി അതും ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുക്കി വയ്ക്കാം. ഇത് ഈസിയാണ്. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്ന ഒരു ടൈം കാണിക്കുന്നതേ ഉള്ളൂ. ഇത് പെട്ടെന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. കാര്യം ഇത് മുകൾ ഭാഗം പെട്ടെന്നൊന്ന് വെന്ത് വരും. താഴ്ഭാഗം, മുകൾ ഭാഗമല്ല താഴ്ഭാഗം പെട്ടെന്ന് വെന്ത് വരും. അപ്പോൾ അതൊന്ന് തിരിച്ച് അതേപോലെ തന്നെ കൈക്ക് അധികം ചൂടൊന്നും കാണത്തില്ല. അപ്പോൾ തിരിച്ചതൊന്ന് വെച്ച് കൊടുക്കാം. അത് ഇതുപോലെ ഇങ്ങനെ നമുക്ക് കർവാക്കി ഇങ്ങനെ വളച്ചിങ്ങനെ എങ്ങനെ വേണേലും നമുക്ക് വളച്ചൊടിച്ച് ആ നൂഡിൽസ് രീതിയിൽ അങ്ങ് വന്നോളും. അപ്പോൾ അതൊന്ന് ഇങ്ങനെ ഒന്ന് വിടർത്തി ഇട്ട് കൊടുക്കാമെങ്കിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് വെന്ത് കിട്ടും. കാര്യം എല്ലാം കൂടെ കൂട്ടമായിട്ട് കിടക്കുമ്പോഴത്തേക്കും ചിലപ്പം അതിൻ്റെ ഒരു സ്റ്റിക്നെസ് ഉണ്ടല്ലോ, അപ്പോൾ അത് ചിലപ്പം ഒന്ന് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് പയ്യെ സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കത്തുമില്ല, പെട്ടെന്ന് വേവുകയും ചെയ്യും. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ അകത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലും കുറച്ച് ഉപ്പ് പിടിച്ചോളൂ. ആ ഉപ്പിട്ട് കൊടുക്കാനായിട്ട് മറക്കരുത്. വെള്ളം തിളച്ച് വരുന്ന സമയത്താണേലും ഇട്ട് കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കണം വെള്ളം. ഇടയ്ക്കിടയ്ക്കൊന്ന് സ്പൂൺ വെച്ചൊന്ന് പയ്യെ ഇളക്കാമെങ്കിൽ കൂട്ടിപ്പിടിക്കുന്ന ഒഴിവാക്കാൻ പറ്റും നമുക്ക്. ഇതൊന്ന് വെന്തോ നോക്കുന്നതേ ഉണ്ടല്ലേ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒന്നും പരസ്പരം ഒട്ടിയിട്ടുമില്ല. നന്നായിട്ട് വേർപെട്ടാണ് കിടക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ഊറ്റിയെടുക്കാം. ഇത് നമുക്ക് ഊറ്റുന്നത് നമ്മൾ വാലേ വെക്കണമെന്നോ അല്ലെങ്കിൽ ഇപ്പം നമ്മളുടെ സാധാരണ എന്തെങ്കിലും ഒരു പാത്രമില്ലേ ചോറൊക്കെ വാർക്കുന്നത്, അതിലേക്ക് വെക്കണമെന്നോ ഒന്നുമില്ല. നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക്, ചൂട് പിടിക്കുന്ന ഏതെങ്കിലും ഒരു ബൗളിൻ്റെ അകത്തോട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്കോ ഒന്ന് തൽക്കാലം മാറ്റി വെക്കുക. എന്നിട്ട് ഒരു സോസ് പാൻ്റെ അകത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബൗളിൻ്റെ അകത്ത് കുറച്ച് തണുത്ത വെള്ളം, സാധാ നോർമൽ വാട്ടർ എടുത്തിട്ട് അതിലേക്ക് ഇതൊന്ന് കുടഞ്ഞിടുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. ഒന്ന് പരസ്പരം ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ നൂഡിൽസ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ 2 പ്രാവശ്യം ഇതിങ്ങനെ മാറ്റിയിട്ടുണ്ട്. വെള്ളം മാറ്റി തണുത്ത വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ വെച്ചിട്ട്, ഞാനിവിടെ മസ്റ്റാർഡ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഏത് ബ്രാൻഡ് വേണേലും അവൈലബിൾ ആണ്. അത് നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ ടേസ്റ്റ് ഈ ഒരു മസ്റ്റാർഡ് ഓയിൽ ഒഴിക്കുമ്പോഴാണ് ആ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റിൽ നമുക്ക് കിട്ടുന്നത്. അപ്പം ഞാനിവിടെ ഒരല്പം മസ്റ്റാർഡ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 സ്പൂൺ ടീസ്പൂണാണ്. ഇനി ഒരു ബൗള് ക്യാരറ്റ് ചോപ്പ് ചെയ്തത്. ഇതിപ്പോൾ ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന ആ ഒരു ബൗള് നമ്മളുടെ ഒട്ടുമിക്കവരുടെ വീടുകളിൽ കാണും. അതുകൊണ്ടാണ് ഞാൻ ബാക്കിയൊന്നും മെഷർമെൻറ്റ് കപ്പോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ ആ ഒരു ബൗള് കാണിച്ചത്. ഇനി ആ ഒരു ബൗളിൽ തന്നെയാണ് ബാക്കിയുള്ളത് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ ഒരു 1/2 ബൗള് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അതും ഇതുപോലെ നന്നായിട്ട് സോട്ട് ചെയ്യുക. ഇനി ആ ഒരു ബൗളിൽ തന്നെ അര ബൗള് ക്യാപ്സിക്കം, വേറെ എണ്ണയൊന്നും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല, ആ മസ്റ്റാർഡ് ഓയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിൽ സോട്ട് ചെയ്താൽ മതി, നന്നായിട്ട് വന്നോളൂ. അപ്പം ഇത് പച്ചയ്ക്ക് നമ്മൾ കഴിക്കുമ്പോഴത്തേക്കിനൊക്കെ വല്ലാത്തൊരു ചൊവയാണ് ഈ ഓയിലിന്. പക്ഷേ എന്തെങ്കിലും വെജിറ്റബിൾസ് ഉണ്ടാക്കണമെങ്കിൽ അതിടുന്നതായിരിക്കും നല്ലത്, ടേസ്റ്റ് നല്ല. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു അര ബൗള് നമ്മളുടെ മല്ലിയില അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അല്പം മിൻറ്റ്, നമ്മളുടെ പുതിനയില വളരെ കുറച്ച് മതി. അതിൻ്റെ ടേസ്റ്റ് ഉള്ളവർക്ക് ഇട്ട് കൊടുത്താൽ മതി, അത് ഓപ്ഷണലാണ്. പിന്നെ നമുക്കൊരു പകുതി നാരങ്ങയുടെ നീര്, അതിങ്ങനെ ഡയറക്റ്റായിട്ട് പിഴിഞ്ഞു കൊടുത്താൽ മതി. ഒന്ന് അരിച്ചെടുക്കണമെന്നൊന്നുമില്ല, ഡയറക്റ്റായിട്ട് തന്നെ പിഴിഞ്ഞെടുത്ത് കൊടുക്കാം. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു അല്പം മഞ്ഞൾ പൊടി, ഒരു 1/4 സ്പൂണേ എടുത്തിട്ടുള്ളൂ ഞാൻ. പിന്നെ ഒരു എരിവിനായിട്ട് അതും 1/4 സ്പൂൺ നമ്മളുടെ കുരുമുളക് പൊടി. പിന്നെ ഒരു നുള്ള് ഗരം മസാല, ഒരു ടേസ്റ്റിനാണ്, ഒരു മസാലയുടെ ടേസ്റ്റിന് വേണ്ടി മാത്രം ഒരു നുള്ള് ഇട്ടാൽ മതിയേ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, നമ്മൾ ഉപ്പ് മറ്റേതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൽ കുറച്ച് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. പിന്നെ ഇത് നമ്മളുടെ തേൻ, ഈ തേൻ ഇടുന്നത് നമ്മളുടെ ബാക്കിയുള്ള കാലറി ഒന്ന് ബാലൻസ് ചെയ്യാനും പിന്നെ അതുപോലെ നമ്മൾ കുറച്ച് പുളിപ്പായിട്ട് ഫീൽ ചെയ്യാതിരിക്കാനുമാണ് ഈ തേൻ ഇട്ട് കൊടുത്തത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബൗൾ, ഒരു 1/4 ബൗളോളം ഞാൻ ടൊമാറ്റോ നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു വലിയൊരു ടൊമാറ്റോ മാത്രമേ ഉള്ളൂ, ഒരെണ്ണയുള്ളൂ, അത് നല്ല വലുപ്പത്തിലുള്ളത് എടുത്താൽ മതി. അരിച്ചെടുത്തിട്ടൊന്നുമില്ല, അടിച്ചെടുത്തു. അത് അതേപോലെ തന്നെ ബൗളിലേക്ക് പകർത്തി മാറ്റുമായിരുന്നേ, അരിച്ചിട്ടൊന്നുമില്ല. ഇനി നമ്മളുടെ കായപ്പൊടി, ഈ കായപ്പൊടി ഒരു നുള്ള്, ഒരുപാട് കൂടി പോരുത്, അതൊരു സ്പൂണിലേക്കൊന്നും കാണിക്കേണ്ട അത്രമാത്രമൊന്നുമില്ല, ഒരു നുള്ള്, ഒരു പിഞ്ച് അത്ര ഒന്ന് ഇട്ട് കൊടുക്കുക. അതൊന്ന് ഇളക്കുക. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു മിക്സ് വരുമ്പോഴില്ലേ ഒരു നല്ലൊരു ഫ്ലേവർ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണേ. ഇനി നമ്മൾ ആ തണുത്ത വെള്ളത്തിൽ വെച്ചിട്ട്, തണുത്ത വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത വെള്ളമൊന്നും വേണ്ട, സാധാ നോർമൽ വാട്ടറാണ് ഉദ്ദേശിച്ചത്. അത് ഇതേപോലെ തന്നെ കയ്യിൽ നിന്ന് ഇങ്ങനെ എടുത്ത് ഒന്ന് കുടഞ്ഞിട്ടിട്ട് ഇങ്ങോട്ടേക്ക് ഇടുക. എന്നിട്ട് ഇത് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. പൊടിയത്തില്ല, നന്നായിട്ട് വെന്തിട്ടുണ്ട്, പക്ഷെ അന്ന് കുഴഞ്ഞു പോയിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് പൊടിയത്തൊന്നുമില്ല. പക്ഷെ എന്നാലും മിക്സ് ചെയ്യുമ്പോഴത്തേക്കിനും ശ്രദ്ധിച്ചൊന്ന് മിക്സ് ചെയ്യുക. കണ്ടോ, പതിയെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. കണ്ടോ, എങ്ങും ഒട്ടിപ്പിടിച്ചിട്ടില്ല. നന്നായിട്ട് നമ്മുടെ ആ സാധാ നൂഡിൽസ് പോലെ തന്നെ വന്നിട്ടുണ്ട്, ഒരു വ്യത്യാസവും ഫീൽ ചെയ്യുന്നില്ല. ഇനി കഴിച്ചു നോക്കിയിട്ട് പറയാം, അതും ഒരു വ്യത്യാസവും എനിക്ക് കണ്ടിട്ട് തോന്നിയില്ല. ഞാൻ കുറച്ചൊന്ന് വായിലോട്ട് എടുത്ത് വെച്ച് നോക്കി, ആ സെയിം ടേസ്റ്റ് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഞാനിതൊരു ബൗളിലേക്ക് അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ഒന്ന് സെർവ് ചെയ്ത് കാണിച്ചു തരാം. ഇതേ കണ്ടില്ലേ, കണ്ടിട്ട് തന്നെ നല്ല ലുക്ക് ഉണ്ട് അല്ലേ. നമുക്കിനി കഴിക്കാനായിട്ട് ഒരാളെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം, മറ്റാരുമല്ല എൻ്റെ മോൻകുട്ടിനെ തന്നെ. നൂഡിൽസ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളെ തന്നെ നമുക്ക് വിളിക്കാം. ആണ്ട് പഠിച്ചു വെച്ച പോലെ ഒരുത്തൻ പറയുന്നത് ഒന്ന് കേട്ടു നോക്കാം അല്ലേ. കൊള്ളാമേ, സൂപ്പർ ആയിട്ടുണ്ട്.